എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ഇത്തവണ വെടിപൊട്ടിച്ചത് അവിടുത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. അപ്പോൾ സമാനമായ രീതിയിൽ സന്ദീപ് വാര്യർ മുമ്പ് ഷാഫി പറമ്പിലിനെതിരെയും ഇത്തരത്തിലെ വെടികൾ പൊട്ടിച്ചിരുന്നു. അതായത് പാലക്കാട് കോൺഗ്രസിൽ ഷാഫിയുടെ അപ്രമാദിത്വമാണ്. ഷാഫി മറ്റുള്ളവരുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്നാണ് അന്ന് പാർട്ടിയിൽ സന്ദീപ് വാര്യർ പരാതിപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടൻ തമ്മിൽ കൊമ്പ് കോർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം PK ശശിയാണ്. അപ്പോൾ നമുക്കറിയാം PK ശശി CPM വിട്ട് കോൺഗ്രസിൽ ചേക്കേറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി വിടും എന്ന് മനസ്സിലാക്കിയ CPM അവിടുത്തെ കുട്ടി സഹാക്കന്മാരെ ഇറക്കിയിട്ട് PK ശശിക്കെതിരെ ശശിയുടെ പഴയ ഇക്കിളി കഥകളും പഴയ അഴിമതി ആരോപണങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന തിരക്കിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആഷോ തന്നെ ഒരു പരിപാടിയിൽ, ഒരു പൊതുപരിപാടിയിൽ PK ശശിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് കൈയും വെട്ടും കാലും വെട്ടും വേണമെങ്കിൽ തലയും വെട്ടും എന്നൊക്കെ പരസ്യമായ ഭീഷണി മുഴക്കിയിരുന്നു ആർഷോ. അപ്പോൾ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു. അതായത് PK ശശി വിചാരിച്ചു കഴിഞ്ഞാൽ, PK ശശി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിൽ ചേക്കേറണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ CPM അതായത് പാലക്കാട് CPM ഒരു മോൻ വിചാരിച്ചു കഴിഞ്ഞാലും അത് തടയാൻ പറ്റില്ല എന്നാണ് സന്ദീപ് വാര്യർ, അതായത് PK ശശിക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടൻ രംഗത്തെത്തി. അതായത് എന്താണ് ഈ PK ശശിക്ക് പാർട്ടിയിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അതായത് ഈ നോട്ട് നിരോധന സമയത്ത് കോടികൾ തിരിമറി നടത്തി, ഒരുപാട് കള്ളപ്പണം വെളുപ്പിച്ചു. അതുമാത്രമല്ല ഈ PK ശശി എന്തിനാണ് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ടത്? അതായത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇദ്ദേഹം ഒരു വലിയൊരു പൂവൻ കോഴി ആണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അപ്പോൾ ഈ പെണ്ണ് കേസും പഴയ പഴയ അഴിമതി കഥകളും ഒക്കെ CPM കാരനെ ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇവർ പോസ്റ്റ് ചെയ്യുന്ന, അതായത് ഈ കമ്മി ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് PK ശശിയെ പാലക്കാട് നിന്ന് അതായത് CPM വിട്ട് കോൺഗ്രസിൽ വരുന്നതിന് എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ എന്താ ചെയ്യുന്നത്? PK ശശിക്ക് സർവാധികം സപ്പോർട്ട് നൽകുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ, അതായത് ഒരു പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ നടത്തിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നടത്തിയ ഒരു ചർച്ചയാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തെ ചൊടിപ്പിച്ചത്. അതായത് സന്ദീപ് വാര്യർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സന്ദീപ് വാര്യർ പറയുന്നത് അവിടുത്തെ പാലക്കാട് CPM പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് MLA ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കണം, റീൽസ് എടുത്ത് നോക്കണം എന്നൊക്കെ ഉള്ള ആരോപണങ്ങളാണ് സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ സന്ദീപ് വാര്യർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിലെ അലൻ ജോസ് പെരേരയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അതായത് പറഞ്ഞു വരുന്നത്, ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ജനങ്ങളുടെ ഒരു കാര്യം നോക്കാതെ, അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ, പാലക്കാട് നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടാതെ സോഷ്യൽ മീഡിയയിൽ കയറി റീൽസ് എടുത്ത് നടക്കുക. പിന്നെ അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ഈ അടുത്ത കാലത്ത് വിദേശ യാത്രകളൊക്കെ, യൂറോപ്പിലൊക്കെ യാത്ര നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റാൻ വേണ്ടി തന്നെയായിരുന്നു സന്ദീപ് വാര്യർ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നത്. നമുക്കറിയാം ഇപ്പോൾ 2026 ഇലക്ഷൻ നടക്കാൻ പോവാണ്. സന്ദീപ് വാര്യർ BJP വിടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർ ലേബലിൽ മത്സരിച്ച് MLA ആകുകയും അതിലൂടെ എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൈക്കലാക്കാൻ എന്നാണ് സന്ദീപ് വാര്യർ മുമ്പ് വിചാരിച്ചത്. പക്ഷേ അവിടെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മൊത്തം തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതായത് മുമ്പ് BJP വിട്ടിട്ട് കോൺഗ്രസിലോട്ട് വരുമ്പോൾ കിട്ടിയ ആ ഒരു പരിഗണനയൊന്നും പാലക്കാട് പോലും സന്ദീപ് വാര്യർക്ക് കിട്ടുന്നില്ല. അതായത് കോൺഗ്രസിൻ്റെ അവിടെ ചെറുകിട പരിപാടികൾക്ക് പോലും സന്ദീപ് വാര്യറിനെ വിളിക്കുന്നില്ല. ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസ്സുകാരെ വാര്യരെ കാണുന്നത് ഒരു RSS ഏജൻ്റായിട്ടാണ്. അതായത് ഇപ്പോഴും അവർക്ക് വിശ്വാസം വരുന്നില്ല, സന്ദീപ് വാര്യരുടെ വിശ്വാസം വരുന്നില്ല. സന്ദീപ് വാര്യർ ഇപ്പോഴും RSSൻ്റെ ചാരനായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് ഒരു ചാരൻ, ഒരു ഡെപ്യൂട്ടേഷൻ എന്ന നിലയിലാണ് BJP യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടകളുണ്ട്. അതായത് മുസ്ലിം ലീഗിനെ സോപ്പിട്ട് കുറേ നാൾ നടന്നു നോക്കി ഈ സന്ദീപ് വാര്യർ, എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്താൻ പറ്റുമോ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് അവിടെ ഒരു സീറ്റ് ലഭിച്ചാൽ, പാലക്കാട് എവിടെയെങ്കിലും തൃത്താലയിലോ പാലക്കാട് എവിടെയെങ്കിലും ഒരു സീറ്റ് ലഭിച്ചാൽ പോലും ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ തടയിടുക എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വാര്യർ ഒരു RSSൻ്റെ ചാരനാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ പാർട്ടിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്താണ്, ഏകദേശം 4-5 ദിവസം ബാക്കിയുള്ള സമയത്താണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട്, അപ്പോൾ ചാനലുകളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർ ഏത് നിമിഷം CPM ചേരും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ചിരുന്നു. അതായത് ബാലേട്ടനും MB രാജേഷൊക്കെ എൻ്റെ ഫാമിലി സുഹൃത്തുക്കളാണ്. അതായത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുടെ സമയത്ത്, എൻ്റെ ജീവിതത്തിലെ മോശം സമയത്ത് ഇവരൊക്കെ എനിക്ക് താങ്ങും തണലായിട്ട് നിന്നിട്ടുണ്ട് എന്നൊക്കെ നില ചാനലിൽ വന്ന് തള്ളിവിട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. CPM സന്ദീപ് വാര്യർ BJP വിട്ട് CPM വരുമെന്ന്. പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസിൽ ചേക്കേറിയത്. അപ്പോൾ കോൺഗ്രസിൽ ചേക്കേറുമ്പോൾ തന്നെ ഒരുപാട് ഓഫറുകൾ ഈ ഷാഫി പറമ്പിലും VD സതീശനായിരുന്നു അത് മുൻകൈ എടുത്ത് ഈ വാര്യറെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരുപാട് ഓഫറുകൾ ഇവർ രണ്ടും, ഷാഫി പറമ്പിലായാലും VD സതീശനായാലും അങ്ങോട്ട് നൽകിയിരുന്നു. അതായത് 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ പാലക്കാട് ഒരു ഷുവർ സീറ്റ് നിർത്തി ജയിപ്പിക്കുകയും MLA ആകുകയും വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം വരെ തരും എന്നുള്ള വാഗ്ദാനങ്ങൾ വാര്യർക്ക് നൽകിയിരുന്നു. പക്ഷേ പാലക്കാട് ഇലക്ഷന് ശേഷം ഇവർ തമ്മിൽ ഈ ഷാഫി പറമ്പിൽ തന്നെ സന്ദീപ് വാര്യരെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതായത്
ഈ സന്ദീപ് വാര്യർ ആ സമയത്ത് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അതായത് BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നു, പുതിയ ആൾ വരുന്നതൊക്കെ കുറച്ച് ആ സമയത്തിൽ കുറച്ച് ചാനലിൽ ചർച്ച നടന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ചാനലുകളൊക്കെ വിളിക്കുക, അതായത് BJPയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നത് BJP നേതാക്കന്മാരെ ആയിരുന്നില്ല, മറിച്ച് സന്ദീപ് വാര്യരായിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ ആധികാരികമായിട്ട് BJPയിൽ നടക്കുന്നത്, അതായത് ഒരു BJP വക്താവ് എന്ന രീതിയിൽ അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അതിനെ പരസ്യമായി വിമർശിക്കുകയും ചിലതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചാനലുകൾ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ പറയണ്ടത്, ഇതിനെതിരെയാണ് ഷാഫി പറമ്പിൽ വന്നത്. മറ്റുള്ള പാർട്ടിയിൽ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ കയറി ഇടപെടാൻ പാടില്ല, അതായത് താൻ ഇടപെടാൻ പോകാൻ പാടില്ലായിരുന്നു. പിന്നെ അത് അവരുടെ പാർട്ടി കാര്യം, പിന്നെ എന്താ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ എതിർക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ള ഒരു വാർണിംഗ് കൊടുത്തിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യറിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതായത് സന്ദീപ് വാര്യർ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതായത് തന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും നൽകി പാർട്ടിയിലേക്ക് ആനയിച്ച ആളെന്നെ തന്നെ വിമർശിക്കുന്ന സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ പാർട്ടിയിൽ എന്താ പറയുക, മൊത്തത്തിൽ ഒരു കലാപരൂക്ഷിതമായ ഒരു സാഹചര്യമാണ് പാലക്കാട് കോൺഗ്രസിലുള്ളത്. അതായത് ഈ 3 നേതാക്കന്മാർ സന്ദീപ് വാര്യർ, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ. അതായത് ഈ ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടായാലും വാര്യർ ഏത് രീതിയിലും സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വാര്യർ കിട്ടുന്ന അവസരമൊക്കെ ഇവന്മാർക്ക് ഇട്ടിട്ട് പണിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില മീറ്റിങ്ങുകളും പാലക്കാട് നടക്കുന്ന എന്താ പറയുക ഈ ഗൃഹസമ്പർക്ക പരിപാടികളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താ പറയണ്ടത്, ഈ സമയത്തൊക്കെ ഇവർക്ക് കുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ PK ശശിയെ ചൊല്ലി, അത് PK ശശിയെ ഒരു തരത്തിലും പാർട്ടിയിലേക്ക് അടുപ്പിക്കരുത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അതായത് ഒരു പെണ്ണുപിടിയനും എന്താ പറയുക ഒരു അഴിമതി ആരോപണ വിധേയനുമായ ഒരാളെ പാർട്ടിയിലേക്ക് അങ്ങനെ ആനയിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പാർട്ടിയിൽ ഇപ്പം പാലക്കാട് തന്നെ ഇപ്പം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് അടുത്ത ഇലക്ഷന് തനിക്ക് സീറ്റ് കിട്ടില്ലേ, അതിപ്പോൾ പാലക്കാടിൽ കോൺഗ്രസിൽ തന്നെ ഒരു ഇന്റേണൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം ബേസിക്കലി പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ആ പത്തനംതിട്ട ജില്ലയിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കണം, പാലക്കാടിന് മത്സരിപ്പിക്കരുത് എന്ന് അവിടുത്തെ ജില്ലാ കമ്മിറ്റി തന്നെ ഈ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ എന്താ പറയുക, ചില സന്ദീപ് വാര്യറിന് ചില കൈകളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് മാങ്കൂട്ടം പോയി കഴിഞ്ഞാൽ വാര്യർക്ക് അവിടെ മത്സരിക്കാൻ പറ്റും എന്നൊക്കെ വാര്യർ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു കലുഷിതമായ അന്തരീക്ഷം തന്നെയാണ് പാലക്കാട് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ PK ശശിയെ ചൊല്ലിയിട്ട് ഈ 2 യുവ നേതാക്കന്മാർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വാര്യർ തന്നെ ചില കോണിൽ നിന്ന്, അതായത് വാര്യറുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഉപയോഗിച്ച് വാര്യർ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം PK ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പെണ്ണുപിടിയാണ്, ഇദ്ദേഹത്തിന് പെണ്ണ് കേസുണ്ട്, അങ്ങനെയൊക്കെ തരത്തിലാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടും ചില പെണ്ണ് കേസുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടക്കാലത്ത് പ്രചരിപ്പിച്ചിരുന്നു. ഈ വാര്യർ BJPയിലുള്ള സമയത്ത് തന്നെ വാര്യർ പോലും ഇങ്ങനെ ഇടക്കാലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് വാര്യറെ ശിങ്കടികളെ ഇറക്കി എന്നുള്ള ഒരു ആരോപണം ഈ രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും ഈ 2 യുവ നേതാക്കന്മാർ തമ്മിലുള്ള അടി ഏത് തരത്തിലേക്ക് നീങ്ങും, അത് കോൺഗ്രസിൻ്റെ 2026 പാലക്കാടിൻ്റെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.